നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. മറുഭാഷാ സിനിമ പ്രേക്ഷകരും കൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമുണ്ടെങ്കിൽ അത് ദൃശ്യം 3 ആയിരിക്കും. ഏപ്രിൽ 2-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ്. ചിത്രം 3ന്റെ ടീസർ സെൻസർ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നലെ ടീസറിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. 1.44 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറാണ് ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്നത്. ഇത് എന്നെത്തുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഉടനുണ്ടാകും. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഒരു ഭാഗമാണ് ഏപ്രിൽ 2-ന് പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളും വർക്ക് ചെയ്ത സാങ്കേതിക പ്രവർത്തകരുമെല്ലാം എവിടെ പോയാലും നേരിടുന്ന ചോദ്യം ദൃശ്യം 3-നെ കുറിച്ചുള്ളതാണ്. ചിത്രത്തിന് സ്വാഭാവികമായും വരുന്ന വൻ ഹൈപ്പ് കുറയ്ക്കാൻ ജിത്തു ജോസഫും ശ്രമിക്കുന്നുണ്ട്. ഒരു ജഗബൊഗ പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് എത്തരുതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെ വരിക. ആദ്യ ഭാഗം പോലെയോ രണ്ടാം ഭാഗം പോലെയോ അല്ല ദൃശ്യം 3-ാം ഭാഗം. ജോർജ് കുട്ടിയുടെ ഇമോഷനുകളിൽ കൂടിയാണ് അത് യാത്ര ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ജഗബൊഗ സിനിമ പ്രതീക്ഷിച്ചു വന്നാൽ നിരാശയായിരിക്കും. പക്ഷേ അതൊരു നല്ല സിനിമ ആണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ ഇതിന് ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യാൻ വന്നാൽ എനിക്കറിയില്ല. കാരണം ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. വലതുവശത്തെ കള്ളനെയും പലരും താരതമ്യം ചെയ്യുന്നത് മെമ്മറീസും ദൃശ്യവും ഒക്കെ ആയിട്ടാണ്. മുൻവിധികളില്ലാതെ വന്ന് സിനിമ കാണുക എന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ദൃശ്യം 4-ാം ഭാഗം ഉണ്ടാകുമോ എന്നൊരു ചോദ്യവും അദ്ദേഹം നേരിട്ടിരുന്നു. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ആളുകൾ തന്നെ ചോദിക്കും, എന്തുവാടേ ഇത്, ഒന്ന് നിർത്തിക്കൂടെ എന്ന്. അതുകൊണ്ടാണെന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളിൽ ഇല്ലാതിരുന്ന ചില അഭിനേതാക്കളും 3-ാം ഭാഗത്തിൽ ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾ അടക്കമുള്ള പ്രേക്ഷകർ വളരെ കാത്തിരിപ്പിലാണ്.